നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സഞ്ചരിക്കാൻ ആശുപത്രിയുടെ വാഹനങ്ങൾ. അപ്പച്ചൊന്ന് നിർത്ത്. അയ്യോ, അപ്പച്ചയുടെ വായിക്ക് പൂട്ടിട്ടേ അതോടെ പ്രശ്നം തീർന്നല്ലോ. നീയേ ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കാൻ നോക്ക്. ഭാവിയില് നിരഞ്ജൻ ഡോക്ടർക്കും ദേവികയ്ക്കും ഒക്കെ സാമ്പാർ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടിയേക്കും. അല്ലെങ്കിൽ നിന്റെ തിരുവാഭരണ എല്ലാം കൂടി വിറ്റ് കുറച്ച് സ്ഥലം എവിടെയെങ്കിലും മേടിച്ചിട്ട് അവിടെ കപ്പ നടാം, വാഴ നടാം, കന്നുകുട്ടികളെ വളർത്താം. കന്നുകുട്ടികളെ വളർത്തുന്ന പഴയ ഫാഷൻ മോഡൽ എന്ന് പത്രത്തില് വാർത്ത വന്നേക്കും. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ടൈൽസ് ഒന്ന് റീപ്ലേസ് ചെയ്യണം. അതുപോലെ ചെറിയ കുട്ടികളുടെ വാർഡിന്റെ ഭിത്തിയിൽ പോപ്പുലറായ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ വരപ്പിക്കണം. കുഞ്ഞുങ്ങൾക്ക് അത് മാനസിക ഉല്ലാസം കൂട്ടും. എക്സാക്ട്ലി. എന്റെ കുറെ ചിത്രങ്ങൾ കൂടി വരച്ചു വെക്ക്. ഞാനാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഫൂൺ. ബാർബിയും ഡോറയൊക്കെ വെല്ലുവിളിക്കാനാണോ? ഡാഡി, നീ പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം. ദേവികയുടെ അച്ഛനെ ഡാഡി സഹായിക്കാൻ പോവാണോ? ആണെങ്കിൽ എന്താ? ആണെങ്കിൽ എന്താന്നോ? എനിക്കതിന് താല്പര്യമില്ലെന്ന് ഞാൻ ഡോക്ടർ നിരഞ്ജനോട് പറഞ്ഞിരുന്നു. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ സഹായിക്കണ്ട, പ്രശ്നം തീർന്നല്ലേ. പക്ഷേ ഞങ്ങൾ സഹായിക്കും, അല്ലേ നിരഞ്ജ? അതെ, അതൊരു പുണ്യപ്രവൃത്തിയാ. എങ്കിലേ ഒരു വൃദ്ധസദനം കൂടെ പണിയേ. മനോഹരനെയും ഭാര്യയും അയാളുടെ അമ്മയൊക്കെ കൊണ്ട് നിർത്താലോ. വേണമെങ്കിലേ സ്വന്തം അമ്മാവനെ കൂടെ നിർത്താം. വേണമെങ്കിൽ എനിക്കും പോയി കിടക്കാം. നീയല്ലേ എന്റെ മോള്. ഡാഡി, പിന്നെ അതിൽ കിടന്ന് സംസാരിച്ചാൽ നിന്റെ ചെവിക്കത്തിരുന്ന് വണ്ടു മൂളും. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം പുണ്യപ്രവൃത്തി. ഇവിടെ തോക്കുന്നത് ഞാനാ. ചേടാ, ഒരു സാധു മനുഷ്യനെ ആത്മഹത്യാമുനമ്പിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നത് എങ്ങനെ നിന്റെ തോൽവിയാവും? അല്ലെങ്കിൽ നീ ഇനിയിപ്പോ എന്ത് തോക്കാൻ? ഇത്രയും ഉദാര മനസ്കനായ ഡാഡി എന്താ അപ്പച്ചി 5 ലക്ഷം രൂപ ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞത്? ഓ, അതാണപ്പ റൂട്ടല്ലേ? നിന്റെ അപ്പച്ചി ആ മന്ധരയാണല്ലേ ഞാനും നിരഞ്ജനും കൂടി സംസാരിച്ച ഒളിഞ്ഞെന്ന് കേട്ടിട്ട് മഷി ഉണങ്ങുന്ന മുമ്പേ നിന്റെ ചെവിയിലെത്തിച്ചത്. വിളിക്കവളെ. ഇങ്ങനെയുണ്ട് ഒരു കാളകൂടം. കാഞ്ചനെ, കാഞ്ചനെ, ആരെ കൊല്ലാനാ ഈ മാരകായുധമായിട്ട്? അത് വഴുതനങ്ങ. ഓ, വഴുതനങ്ങയുടെ കഴുത്തിറക്കായിരുന്നോ? പരദൂഷണം രാവിലെ തന്നെ പാചകം ചെയ്ത് വിളമ്പി കൊടുത്തല്ലോ അല്ലേ? അയ്യോ, ഞാൻ ദോഷമായിട്ടൊന്നും പറഞ്ഞില്ല. കേട്ട കാര്യം അക്ഷരമോളോടൊന്ന് സൂചിപ്പിച്ചു, അത്രേ ഉള്ളൂ. ഒരു നല്ല കാര്യമാണല്ലോ എന്ന മട്ടിൽ പറഞ്ഞതാ. അയ്യോ, അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? നിന്റെ ഹൃദയത്തിലുള്ള നന്മകളൊക്കെ രൂപക്കൂട്ടിൽ കയറ്റി നിർത്തി തിരികെത്തിക്കേണ്ട ആളാണല്ലോ നീ. ഇനി മേലിൽ അക്ഷരയുടെ കാതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓതാൻ ചെന്നാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, യേശുദേവന്റെ കയ്യിലെ ചാട്ടവാറിനെ കുറിച്ച്. പൊയ്ക്കോ. എന്നാലും ഇതൊരു അപ്രതീക്ഷിത കൂട്ടിക്കാഴ്ചയായി പോയി അല്ലേ? അതെ, ശരിക്കും അപ്രതീക്ഷിതം. അപകടങ്ങൾ എപ്പോഴും അപ്രതീക്ഷിതമാണല്ലോ. ശരത്തേട്ട് ശരിക്കും ഫണ്ണിയാ. നിത്യയുടെ ഭാഗ്യം അല്ല, ഒരാളുടെ ഭാഗ്യം മറ്റൊരാളുടെ നിർഭാഗ്യം എന്നാ.
ദേ വീണ്ടും തമാശ. എന്തായിരുന്നു ഇന്ന് ശരത്തേട്ടന്റെ പ്രോഗ്രാം? എനിക്ക് കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ആണോ? എന്തൊക്കെയാ? അതായത് ഈ അനാഥാലയങ്ങള്, വൃദ്ധസദനങ്ങള്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക, അവർക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുക, അങ്ങനെ ചില സന്തോഷങ്ങൾ. ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെ ഞാനൊരു അനാഥനല്ലേ. അയ്യോ, അങ്ങനെയൊന്നും കരുതണ്ട ശരത്തേട്ടാ. ശരത്തേട്ടന് ഇപ്പൊ എല്ലാരും ഇല്ലേ? ആ, എല്ലാം നമ്മുടെ വിശ്വാസങ്ങളല്ലേ. അല്ല ശരത്തേട്ടാ, നിത്യയുടെ അച്ഛന് എന്തൊക്കെയോ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം. പുള്ളി ഒരു കാര്യമില്ലാതെ കുറെയേറെ ബാധ്യതകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വീട്ടാന്നുള്ള ഇപ്പൊ എന്റെ പ്രധാന പണി. അയ്യോ, നിത്യ ഒരു പാവ. അവളെ ഓർത്ത ഞാൻ ഈ ബാധ്യതകളെല്ലാം ഏറ്റെടുക്കുന്നത്. കഥകൾ ഒരുപാട് പറയാനുണ്ട്, അതൊക്കെ പിന്നീട് ഒരിക്കൽ പറയാം. ശരത്തേട്ടൻ ഒരു നല്ല മനസ്സിന്റെ ഉടമയായോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, എല്ലാം നിത്യയുടെ ഭാഗ്യ. അടുത്ത ദിവസം ചെക്ക് കൊടുത്ത പോരായിരുന്നു. അക്കൗണ്ട് ത്രൂ 10 ലക്ഷം വലിക്കാൻ പറ്റത്തില്ല സ്വാമി. ജയശങ്കർ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. സാറ് സഹായിക്കാന്ന് പറഞ്ഞതാ. പക്ഷെ അപ്പോഴേക്കും അക്ഷര അത് പ്രശ്നമാക്കി. അവളുടെ നോട്ടത്തിൽ ദേവിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതെല്ലാം വഴിവിട്ട കാര്യങ്ങളാണല്ലോ. നാളെ ഈ 10 ലക്ഷം കൊടുത്താ ആ പ്രശ്നം അങ്ങോട്ട് തീരുമല്ല. പക്ഷേ ശരത്തെന്ന കള്ളനു വേണ്ടി സാറ് 10 ലക്ഷം രൂപയുടെ കടക്കാരനായി. ഈ ഭൂമിയിൽ നമ്മളെല്ലാം ആരോടെങ്കിലും കടവും കടപ്പാടും ഉള്ളവരല്ലേ സ്വാമി. ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, കൈനീട്ടി വാങ്ങിക്കുടിച്ച ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന്റെ പേരിൽ, ഒറ്റ രൂപ നാണയത്തൊട്ടിന്റെ പേരിൽ സുധിയുടെ അച്ഛന് വേണ്ടി നമ്മൾ ഇത്രയും ചെയ്യണ്ടേ സ്വാമി? നമ്മളല്ലാതെ ആര് ചെയ്യാൻ? വാവുബലിക്ക് നെയ്യും എള്ളും കൂട്ടി ഒരു ഉരുള ഉരുട്ടി ബലിക്കാക്കിക്ക് നൽകിയിട്ട് എന്ത് കാര്യം? ഭൂമിയിൽ അവശേഷിക്കുന്ന ആത്മാവിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എങ്കിലേ ആ ആത്മാവിന് ശാന്തി കിട്ടും, സന്തോഷം കിട്ടും. അവരാന്ന് തോന്നുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ എന്തോ നല്ല കാര്യം പറയാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ദേവിക മോള് പറഞ്ഞു. ആ നല്ല കാര്യം ബാഗിലാക്കി അടുത്ത ദിവസം ഞാൻ അങ്ങോട്ട് തരും. ഒരു 10 ലക്ഷം രൂപ. ഡോക്ടറെ, ആ മീനച്ചിൽ സ്റ്റീഫന്റെ ശല്യം അങ്ങ് തീരട്ടെന്നേ. വെട്ടാൻ വരുന്ന പോത്തിനോട് നമ്മൾ വേദമോദിട്ട് എന്താ കാര്യം? അതെ, അതിനു മുന്നിൽ സങ്കട ഹർജി സമർപ്പിച്ചിട്ട് കാര്യമില്ല. പുല്ല് വെട്ടിക്കൊടുക്കുക, അത്രേ ഉള്ളൂ കാര്യം. എന്നാലും എനിക്ക് വേണ്ടി ഡോക്ടർ ഇത്രയും വലിയ തുക. അത് സാരമില്ല. സുധിയുടെ അച്ഛൻ തൽക്കാലം ഈ പ്രശ്നം അങ്ങ് തീർക്ക്. കുരുക്കുകൾ ഓരോന്നായി അഴിക്കാൻ നമുക്ക്. എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു തരാം ഡോക്ടർ. അച്ഛനൊരു ലോണിന് പല വഴിക്കും ശ്രമിക്കുന്നുണ്ട്. മീനച്ചൽ സ്റ്റീഫന്റെ കയ്യിലെ ആ എഗ്രിമെന്റ് തിരിച്ചു വാങ്ങി കീറിക്കളഞ്ഞാ പിന്നെ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. അടുത്ത ദിവസം തന്നെ അത് ചെയ്യണം. എഗ്രിമെന്റ് വലിച്ചു കീറി അയാളുടെ മുഖത്തെറിയണം.
പിന്നെ എന്റെ പണം തിരികെ തരുന്ന ഓർത്ത് വേവലാതി വേണ്ട. മീനച്ചിൽ സ്റ്റീഫൻ അല്ല, പൂവരണി നിരഞ്ജൻ.